ഹായ്, നിങ്ങൾ ഡോപ്പയുടെ വൺ ഷോട്ട് കൺസെപ്റ്റൽ സീരീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നീറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റും അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ടഫർ ആയിട്ടുള്ള മോഡൽ MCQs നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു കൺസെപ്റ്റ് സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മതിയാവും. ഹലോ ഡിയർ സ്റ്റുഡൻസ്, സോ വെൽക്കം ടു ഹൈ ഈൽഡിംഗ് കോൺസെപ്റ്റ് ഡോപ്പ. നമ്മൾ ആദ്യമായിട്ട് ഹൈ ഈൽഡിംഗ് കോൺസെപ്റ്റിലെ നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് PCR എന്നുള്ള പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഏകദേശം 2015, 16, 18, 19, 20, 21, 22, 24 വർഷങ്ങളിലും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മുടെ ടോപ്പിക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്കാണ് ബയോടെക്നോളജി പ്രിൻസിപ്പൾസ് ആൻഡ് പ്രോസസ് എന്നുള്ള ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട PCR എന്നുള്ള ടോപ്പിക്കിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കയറുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഈ ഒരു തിയറി കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന മുന്നോടിയായിട്ട് നമുക്ക് ഇതിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്പ് ആർ കാറ്റലൈസ്ഡ് ബൈ ടാഗ് പോളിമറൈസ് ഇൻ PCR? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ബേസിക് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ തിയറിയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCRനകത്ത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാവും. അതിനെ ഡീനാച്ചുറേഷൻ വഴി സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആക്കി മാറ്റുന്നു, അല്ലേ? സിംഗിൾ സ്റ്റാൻഡേർഡ് DNAയിലേക്ക് നമ്മൾ എന്താണ്, പ്രൈമറിന് ആഡ് ചെയ്യുന്നു. അതാണ് അനീലിംഗ്. സോ ദിസ് ഈസ് ഡീനാച്ചുറേഷൻ, ദിസ് ഈസ് അനീലിംഗ് എന്നുള്ള സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ ടാഗ് പോളിമറൈസിൻ്റെ സഹായത്തോടു കൂടി എന്താണ്, നമ്മുടെ എക്സ്റ്റൻഷൻ എന്നുള്ള സ്റ്റെപ്പ് നടക്കുന്നു, അല്ലേ? പ്രൈമർ ഇവിടെ ആഡ് ആവുന്നു. പ്രൈമർ 3' ആഡ് ആയി കഴിഞ്ഞാൽ ടാഗ് പോളിമറൈസിന്റെ സഹായത്തോടു കൂടി എക്സ്റ്റൻഷൻ സംഭവിക്കുന്നു. ടാഗ് പോളിമറൈസിന്റെ സഹായത്തോടു കൂടി 5' to 3' എക്സ്റ്റൻഷൻ കണ്ടിന്യൂസ് ആയി നടക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കയറാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് കാറ്റലൈസ്ഡ് ബൈ ടാഗ് പോളിമറൈസ് ഇൻ PCR ഈസ് അനീലിംഗ് ഓഫ് പ്രൈമർ ആണോ? അല്ല. ഡീനാച്ചുറേഷൻ ഓഫ് ടെംപ്ലേറ്റ് DNA ആണോ? അല്ല. എക്സ്റ്റൻഷൻ ഓഫ് പ്രൈമർ ഓൺ ദ ടെംപ്ലേറ്റ് DNA ആണ്. സോ ദ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട തിയറി പോർഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കയറാം. PCR മെഷീനാണത്. ഓക്കെ, ഈ മെഷീന് നമ്മുടെ എന്താണ്, പല തരത്തിലുള്ള മെഷീനുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് PCR ജനറലി നമ്മൾ ഹോസ്പിറ്റലുകളിലും ലാബുകളിലൊക്കെ, റിസർച്ച് ലാബുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു PCR മെഷീനാണിത്. ഓക്കെ, ബയോറാഡിൻ്റെ കമ്പനി മെഷീനാണ്, PCR മെഷീനാണ് ഈ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ PCR മെഷീനകത്ത് എന്തെല്ലാം ഏരിയകളുണ്ട്, എന്തെല്ലാം ഭാഗങ്ങളുണ്ട് നോക്കാം. ഒന്നാമത്തത് സാമ്പിൾ പോർട്ട് ഉണ്ട്, സാമ്പിൾ ആഡ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്, അല്ലേ? രണ്ടാമത്തത് ആ സാമ്പിൾ ആഡ് ചെയ്ത വെല്ലിന് അല്ലെങ്കിൽ ഏരിയയെ കവർ ചെയ്യാൻ ലിഡ് ഉണ്ട്. പിന്നെ ഒരു ഡിജിറ്റൽ ഏരിയ ഉണ്ട്, അവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള കീബോർഡുകളുണ്ട്, എസ് ഓർ നോ? അതുപോലെ തന്നെ ടൈമർ ഉണ്ട്, അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ നമ്മുടെ ഏതിലുണ്ട്, മെഷീനിൻ്റെ മുകളിലുണ്ടാവും. ഈ മെഷീനിൽ നമ്മൾ എന്താണ്, ടൈമും ടെമ്പറേച്ചറൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സാമ്പിളിന് നമ്മൾ അതിനകത്തേക്ക് ലോഡ് ചെയ്യും, ലിഡ് അടക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ മോണിറ്ററിൽ, കമ്പ്യൂട്ടറിൽ നമ്മൾ റീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഈ PCR എന്താണ്. PCR ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കയറാം. ഓക്കെ, സോ എന്താണ് PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PCR ഈസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ്. ഇത് കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കാരി ബി മുള്ളിസ് എന്നുള്ള സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അടിസ്ഥാനപരമായിട്ടുള്ള ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രിൻസിപ്പിൾ ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ആണ്. ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA. ഓക്കെ, ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA. ജനറ്റിക് മെറ്റീരിയൽ RNA ആണെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ആണ്. ഇഫ് RNA ആണ് എങ്കിൽ സ്വാഭാവികം നമുക്ക് എല്ലാവർക്കും അറിയാം, ആ RNA നമ്മൾ എന്താണ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് വെച്ചിട്ട് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഉപയോഗിച്ചിട്ട് DNA ആക്കി മാറ്റണം. ഓക്കെ, DNA ആക്കി മാറ്റണം. ആ DNAയിൽ PCR നടത്തുക. അതാണ് RT-PCR എന്ന് നമുക്ക് പറയാം. RT-PCR. ഓക്കെ, കാരണം PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മോളിക്കുലർ ഡയഗ്നോസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മ്യൂട്ടേഷൻസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ഇനീഷ്യൽ അല്ലെങ്കിൽ ഇയർലി ഡയഗ്നോസിസ് ഓഫ് സം വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഡിസീസുകളൊക്കെ നമ്മൾ ഇയർലി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ PCR യൂസ് ചെയ്യുന്നുണ്ട്, ആണോ അല്ലേ? അപ്പം നമുക്ക് അത് DNA ഉള്ള ജനറ്റിക് മെറ്റീരിയൽ ഉള്ള രോഗകാരികൾ ഉണ്ടാവും, RNA ജനറ്റിക് മെറ്റീരിയൽ
രോഗകാരികൾ ഉണ്ടാവും. DNA ആണെങ്കിൽ ഡയറക്റ്റ് PCR ചെയ്യുന്നു, RNA ആണെങ്കിൽ ആ RNA DNA ആക്കി മാറ്റിയതിന് ശേഷം PCR നടത്തുന്നു. അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്നുള്ള എൻസൈം ഉപയോഗിച്ചിട്ടാണ് ഇത് നടത്തുക. ഓക്കെ, ഇനി ഇതിനകത്ത് എത്ര സ്റ്റെപ്പ് ഉണ്ട്? 3 സ്റ്റെപ്സ് ഉണ്ട്. 3 steps. There are 3 steps in PCR. One is denaturation. And the second one is annealing. And the third one is extension. ഒന്നാമത്തത് ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ സിവിയർ ഹീറ്റാണ്. വളരെ കൂടിയ ഒരു ടെമ്പറേച്ചർ നമ്മൾ ചൂടാക്കുന്നു, എന്നിട്ട് ഡബിൾ സ്ട്രാൻഡഡ് DNA സിംഗിൾ സ്ട്രാൻഡഡ് DNA ആക്കി മാറ്റുന്നു. അന്നീലിംഗ് 40 to 60 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഒന്നും കൂടി ടെമ്പറേച്ചർ കുറഞ്ഞു. എക്സ്റ്റൻഷൻ 72 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഇത്രയാണ് നമ്മൾ ആമുഖമായിട്ട് PCR കുറിച്ച് മനസ്സിലാക്കിയത്. PCR എന്താണ് സർ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. ആരാണ് കണ്ടെത്തിയിട്ടുള്ളത്? കാരി ബി മുള്ളിസ് എന്നുള്ള സയൻറ്റിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താ മക്കളെ? ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ആണ്. അഥവാ ആ ജനറ്റിക് മെറ്റീരിയൽ RNA ആണ് എങ്കിൽ നമുക്ക് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴി അല്ലെങ്കിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം വഴി നമുക്ക് DNA ആക്കി മാറ്റിയതിന് ശേഷം അതിന് നമുക്ക് എന്താണ് PCR ചെയ്യാൻ പറ്റുന്നതാണ്. ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ എന്നീ 3 സ്റ്റെപ്പുകളാണുള്ളത്. ഇനി നമുക്ക് നോക്കാം ഡീനാച്ചുറേഷൻ എന്താണ്. ബേസിക്കലി എന്താണ് ഒരു DNA ഞാനിവിടെ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഒരു DNA ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു താല്പര്യത്തിൽ ഞാൻ ഒരു ന്യൂക്ലിയോടൈഡ് ബേസ് പെയറുകൾ ഞാൻ അതിനെ അകത്തേക്ക് ഞാൻ പറയുന്നുണ്ട്. GTC, GAC, GTC, GCC, GAT, വെറുതെ. ഓക്കെ, അതുപോലെ തന്നെ തിരിച്ചും അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, സൈറ്റോസിൻ. യെസ് ഓർ നോ? അപ്പോൾ ഇത് ഇവിടെ നോക്കണം മക്കളെ. 5' to 3' അതുപോലെ തന്നെ 3' to 5' ആണ് മക്കളെ. 5' to 3', 5' to 3' ഇങ്ങനെയാണ് ഉണ്ടാവുക. Yes or no? So the first step is denaturation. First step എന്താ മക്കളെ? ഡീനാച്ചുറേഷൻ ആണ്. എന്താണ് സർ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? കൺവേർട്ടിംഗ് ഓഫ് ഡബിൾ സ്ട്രാൻഡഡ് DNA എന്താക്കി മാറ്റുന്നു? ടു സിംഗിൾ സ്ട്രാൻഡഡ് DNA ബൈ ബ്രേക്കിംഗ് ഹൈഡ്രജൻ ബോണ്ട്. എങ്ങനെ? ബൈ സിവിയർ ഹീറ്റ്, ബൈ ഹീറ്റിംഗ് അല്ലെങ്കിൽ ബൈ ടെമ്പറേച്ചർ. 92 മുതൽ 98 ഡിഗ്രി സെൽഷ്യസ്, ഒരു ആവറേജ് നമുക്ക് എന്ത് ചെയ്യാം? 95 ഡിഗ്രി സെൽഷ്യസ് എടുക്കാം. ആ ഒരു ടെമ്പറേച്ചർ നിർത്തിക്കൊണ്ട് നമ്മൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ചൂടാക്കി കഴിഞ്ഞാൽ അതെന്തായാലും എന്ത് ചെയ്യും? ക്ലീവ് ആവും. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സെല്ലിനകത്താണ് എങ്കിൽ സാധാരണ നമ്മൾ ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ട് കട്ടായി കഴിഞ്ഞാൽ ഒരു സെല്ലിനകത്താണെങ്കിൽ ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ട് കട്ടായി കഴിഞ്ഞാൽ സ്വാഭാവികം അവിടെ ഹെലിക്കേസ് വന്നിട്ട് അൺവൈൻഡ് ചെയ്യും. ആണോ അല്ലേ? ഹെലിക്കേസ് വന്നിട്ട് എന്താണ്? അവിടെ അൺവൈൻഡ് ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ഹെലിക്കേസ് വന്നിട്ട് അവിടെ അൺവൈൻഡ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ PCR മെഷീനിൽ നമ്മൾ എങ്ങനെയാണ് അൺവൈൻഡ് ചെയ്യിപ്പിക്കുന്നത്? നമ്മൾ ഡീനാച്ചുറേഷൻ വഴി നമ്മളെന്താണ് അവിടെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ അൺവൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്, ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യിപ്പിക്കുകയാണ്. സോ അതുകൊണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് DNA എന്തായി മാറുന്നു മക്കളെ? സിംഗിൾ സ്റ്റാൻഡേർഡ് DNA മാറുന്നു. ഡബിൾ സ്റ്റാൻഡേർഡ് DNA എന്തായി മാറുന്നു? സിംഗിൾ സ്റ്റാൻഡേർഡ് DNA. അപ്പോൾ GTC, GACC, GTC, GCC, GAT, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, അഡിനിൻ, സൈറ്റോസിൻ. അപ്പോൾ എന്തായി? ഡബിൾ സ്റ്റാൻഡേർഡ് DNA എന്തായി മക്കളെ? സിംഗിൾ സ്റ്റാൻഡേർഡ് DNA മാറി. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5' to 3' ആണ് ഇവിടെയും, അതുപോലെ തന്നെ 5' to 3' ആണ്. ആണോ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ പ്രൈമറിന് ആഡ് ചെയ്യണം മക്കളെ. പ്രൈമറിന് ആഡ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? പ്രൈമർ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 3' എൻഡിലേക്കാണ്. പ്രൈമർ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 3' എൻഡിലേക്കാണ്. പ്രൈമർ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? 3' എൻഡിലേക്കാണ്. പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ പ്രൈമർ? എന്താണ് പ്രൈമർ എന്ന് പറഞ്ഞു? വാട്ട് യു മീൻ ബൈ പ്രൈമർ? പ്രൈമർ ഈസ് എ സ്മോൾ കെമിക്കലി സിന്തസൈസർ. ഇറ്റ് ഇസ് എ സ്മോൾ കെമിക്കലി സിന്തസൈസർ ഒലിഗോ ന്യൂക്ലിയോടൈഡ്. സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ്
ഒലിഗോന്യൂക്ലിയോടൈഡ്, സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒലിഗോന്യൂക്ലിയോടൈഡ് കോംപ്ലിമെൻ്ററി ടു ഡി എൻ എ, കോംപ്ലിമെൻ്ററി ടു ഡി എൻ എ, കോംപ്ലിമെൻ്ററി ടു ഡി എൻ എ. അപ്പോൾ പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒലിഗോന്യൂക്ലിയോടൈഡ് കോംപ്ലിമെൻ്ററി ടു ഡി എൻ എ ആണെന്ന് മാത്രമല്ല ഇറ്റ് ഇനീഷ്യേറ്റ് റെപ്ലിക്കേഷൻ, ഇറ്റ് ഇനീഷ്യേറ്റ് റെപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഇനീഷ്യേറ്റ് റെപ്ലിക്കേഷൻ എന്ന് പറയണ്ട, ഇറ്റ് ഇനീഷ്യേറ്റ് ദ പോളിമറൈസേഷൻ, ഇറ്റ് ഇനീഷ്യേറ്റ് പോളിമറൈസേഷൻ, ഇറ്റ് ഇനീഷ്യേറ്റ് പോളിമറൈസേഷൻ. പോളിമറൈസേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തുടക്കം കുറിക്കും. അപ്പോൾ നമ്മൾ എന്ത് വേണം മക്കളെ? ഇവിടെ നോക്കൂ, നമ്മൾ പ്രൈമറിന് ആഡ് ചെയ്യാൻ പോവാണ്. പ്രൈമറിന് ഞാൻ ആഡ് ചെയ്യുന്നത് 3' എൻഡിലേക്ക് ആദ്യം ആഡ് ചെയ്തു അല്ലേ? എന്താണ്? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഇവിടെയും ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. സോ ദിസ് ഈസ് ദ പ്രൈമർ. പ്രൈമറിന് അതിലേക്ക് എന്ത് ചെയ്തു? മെഷീനിൽ വെച്ചിട്ട് ആഡായി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത, സോ ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് അനീലിംഗ്, ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് അനീലിംഗ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അനീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അനീലിംഗ് എന്ന് പറഞ്ഞാൽ ആഡിങ് പ്രൈമർ ഗ്രൂപ്പ്, ആഡിങ് പ്രൈമർ, പ്രൈമർ രണ്ടെണ്ണം ഉണ്ടാവും. റിവേഴ്സ് പ്രൈമറും ഉണ്ടാകും, അതുപോലെ തന്നെ ഫോർവേഡ് പ്രൈമറും ഉണ്ടാവും. ആഡിങ് പ്രൈമർ ടു 3' end of template DNA, 3' end of template DNA, 3' end of template DNA. template DNAയുടെ 3' എൻഡിലേക്കാണ് ആര് ആഡ് ചെയ്യപ്പെട്ടത്? പ്രൈമറിന് ആഡ് ചെയ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് 3' എൻഡിലേക്ക് തന്നെ ആഡ് ചെയ്യപ്പെട്ടത്? എന്തുകൊണ്ടാണ് 3' എൻഡിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത്? അപ്പോൾ ഞാൻ കാരണങ്ങളൊക്കെ അവിടെ എഴുതുന്നുണ്ട്. എന്തുകൊണ്ടാണ് 3' എൻഡിലേക്ക് തന്നെ ആഡ് ചെയ്തത്? 5' to 3' അല്ലേ? ആൻഡ് ഇവിടെ 3' to 5'. എപ്പോഴും നമ്മൾ പ്രൈമറിന് ആഡ് ചെയ്യേണ്ടത് 3' എൻഡിലേക്കാണ്. 3' എൻഡിലേക്ക് എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നത്? അപ്പോഴാണ് ഇവിടെ ഓപ്പോസിറ്റിൽ 5' വരുള്ളൂ, ഇവിടെ ഓപ്പോസിറ്റിൽ 5' വരുള്ളൂ. ആണോ അല്ലേ? എപ്പോഴും പോളിമറൈസേഷൻ വിൽ ബി കണ്ടിന്യൂസ് ഫ്രം 5' to 3'. നമുക്ക് എല്ലാവർക്കും അറിയാം പോളിമറൈസേഷൻ കണ്ടിന്യൂസ് ഫ്രം 5' to 3'. അത് നിങ്ങൾ മോളിക്കുലർ ബേസിൽ പഠിക്കുന്ന. എന്തുകൊണ്ടാണ് 3' എൻഡിലേക്ക് ആഡ് ചെയ്യാനുള്ള കാരണം? ബിക്കോസ് പോളിമറൈസേഷൻ കണ്ടിന്യൂ ഫ്രം 5' to 3'. 5' എന്ന് 3' എൻഡിലേക്കാണ് പോളിമറൈസേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രൈമറിന് എവിടെ ആഡ് ചെയ്യണം? ടെംപ്ലേറ്റ് DNAയുടെ 3' എൻഡിൽ. ടെംപ്ലേറ്റ് DNAയുടെ 3' എൻഡിലേക്കാണ് നമ്മൾ പ്രൈമറിന് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പോളിമറൈസേഷൻ 5' എന്ന് 3'ലേക്ക് കണ്ടിന്യൂസ് ആയി നടക്കും. അപ്പോൾ പോളിമറൈസേഷൻ 3' എന്ന് 5'ലേക്ക് നടന്നാലോ? നമുക്ക് എല്ലാവർക്കും അറിയാം 5' എന്ന് 3'ലേക്കാണ് എപ്പോഴും അല്ലേ? ഇവിടെ 5' ഉണ്ട്, ഇവിടെ 3' ഉണ്ട്. ഓക്കെ, ഇതൊരു DNA ആണ്. ഇവിടെ 3' ഉണ്ട്, ഇവിടെ 5' ഉണ്ട്. നമ്മൾ പോളിമറൈസേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ 5' വന്നാലാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോളിമറൈസേഷൻ നടക്കുള്ളൂ. എസ് ഓർ നോ? റെപ്ലിക്കേഷനിൽ പഠിച്ചതാണ്. നേരെ മറിച്ച് ഇവിടെ നോക്കൂ, ഇവിടെ 3' എന്ന് 5'ലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ഫോം ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്. നമ്മൾ പഠിച്ചതല്ലേ? ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ് നിങ്ങൾ പഠിക്കുന്നതല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മെഷീനകത്ത് നമ്മൾ പ്രൈമറിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമർ എപ്പോഴും ബൈൻഡ് ചെയ്യാൻ അങ്ങോട്ടാം ടെംപ്ലേറ്റ് DNAയുടെ 3' എൻഡിലേക്കാണ് പ്രൈമർ വന്നിട്ട് ബൈൻഡ് ചെയ്യുക. അതുമൂലം ഓപ്പോസിറ്റിൽ 5' വരികയും 5' എന്ന് 3' എൻഡിലേക്കായിരിക്കും പോളിമറൈസേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഡീനാച്ചുറേഷൻ ആണ്. കൺവേർട്ടിംഗ് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആക്കി മാറ്റുന്ന പ്രൊസീജിയറിന് വിളിക്കുന്ന പേരാണ് ഡീനാച്ചുറേഷൻ ബൈ സിവിയർ ഹീറ്റിംഗ്. ഓക്കെ, അനീലിംഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിന് ആഡ് ചെയ്യാണ്. പ്രൈമറിന് എങ്ങോട്ടാണ് ആഡ് ചെയ്യേണ്ടത്? പ്രൈമർ നമ്മൾ 3' എൻഡിലേക്ക് ആഡ് ചെയ്യുന്നു. അതുമൂലം അടുത്ത സ്റ്റെപ്പ് എന്താ വരിക? എക്സ്റ്റൻഷൻ ആണ് മക്കളെ. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, നമ്മുടെ ഏതാണ്? നമ്മുടെ 5' to 3' എൻഡിലേക്ക് നമ്മൾ ഓൾറെഡി എന്താണ് ഇപ്പോൾ നമ്മൾ ഇവിടെ 5' to 3' എൻഡിലും അതുപോലെ തന്നെ ഇവിടെ 5' to 3' എൻഡിൽ നമ്മുടെ ആരുണ്ട്? നമ്മുടെ DNA ഉണ്ട്. അപ്പോൾ ഈ DNA നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിനി നേരെ എക്സ്റ്റൻഷൻ നടത്താൻ പോവാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടാക് പോളിമറൈസ് എൻസൈം. ഏതിൻ്റെ സഹായത്തോടു കൂടി? ടാക് പോളിമറൈസ്. അപ്പം ആദ്യമേ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ടാവും ടാക് പോളിമറൈസ് എൻസൈം, നമ്മുടെ മെഷീനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ ടാക് പോളിമറൈസ് എൻസൈം ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തിട്ട് ടാക് പോളിമറൈസിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ നോക്കൂ മക്കളെ, 5' ഇവിടെ ഉണ്ട്, ഇവിടെയും അതുപോലെ തന്നെ ആരുണ്ട്? 5' ഉണ്ട്. സ്വർണ്ണോ? അപ്പോൾ ഇവിടെയും 5' ഉണ്ട്. അപ്പോൾ 5' എൻഡിൽ നിന്ന് 3' എൻഡിലേക്ക് പ്രൈമർ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് പുതിയ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നോക്കൂ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ അങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെയും അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, തൈമിൻ, ഗ്വാനിൻ അങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും.
ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് എക്സ്റ്റൻഷൻ. ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് എക്സ്റ്റൻഷൻ. ഈ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? എക്സ്റ്റൻഷൻ. അത് ഏകദേശം 72 ഡിഗ്രി സെൽഷ്യസിലാണ് നടത്തുക. എന്താണ്? ആഡ് ന്യൂക്ലിയോടൈഡ് by using taq polymerase. ടാക് പോളിമറൈസ് എന്നുള്ള എൻസൈമിൻ്റെ സഹായത്തോടു കൂടി പുതിയ ന്യൂക്ലിയോടൈഡുകൾ എങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പിന് വിളിക്കുന്ന പേരാണ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു തിയറി മനസ്സിലാക്കേണ്ടത്, ടാക് പോളിമറൈസ് ഏത് ബാക്ടീരിയയിൽ നിന്നാണ് എടുത്തത്? തെർമസ് അക്വാട്ടിക്കസ് എന്നുള്ള ബാക്ടീരിയയിൽ നിന്നാണ് ടാക് പോളിമറൈസിനെ എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് തെർമസ് അക്വാട്ടിക്കസ്? ഇറ്റ് ഈസ് തെർമോഫിലിക് ആണ്. തെർമോഫിലിക് ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ ദിസ് എൻസൈം ഈസ് തെർമോസ്റ്റേബിൾ ആണ്. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. ഉയർന്ന ടെമ്പറേച്ചറിൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ടാക് പോളിമറൈസ് ആണ് യൂസ് ചെയ്യുക. കാരണം ടെമ്പറേച്ചർ 92 to 98 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡീനാച്ചുറേഷൻ. അനീലിംഗ് എന്ന് പറയുമ്പോൾ 40 മുതൽ 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. എക്സ്റ്റൻഷൻ 72 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ എത്ര ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും അതിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവാർക്കുണ്ട്? ടാക് പോളിമറൈസ് എൻസൈമിനുണ്ട്. കാരണം ടാക് പോളിമറൈസ് എൻസൈം തെർമസ് അക്വാട്ടിക്കസ് എന്നുള്ള ബാക്ടീരിയയിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ PCR വിവിധമാർന്ന യൂസുകൾ, ആപ്ലിക്കേഷൻ ഓഫ് PCR നമുക്ക് പറയാം. മോളിക്കുലാർ ഡയഗ്നോസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് PCR യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് മ്യൂട്ടേഷൻ കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ ഡിസീസ് ഡിറ്റക്ഷൻ നമുക്ക് പറ്റും. മോളിക്കുലർ ഡയഗ്നോസിൽ നമ്മൾ പറയുന്നത് ഏത്? ഇയർലി ഡയഗ്നോസിസ് പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് എന്താണ് PCR. അതുപോലെ തന്നെ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമുക്ക് പറ്റും അല്ലേ? അല്ലെങ്കിൽ RDNA ടെക്നോളജിയിൽ നമുക്ക് എന്താണ് പറയാം? നമ്മുടെ PCR മെഷീൻ നമുക്ക് ഉപയോഗിക്കാം. റിസർച്ച് മേഖലകളിൽ നമുക്ക് എന്താണ് വിവിധമാർന്ന റിസർച്ച് മേഖലയിൽ കറണ്ട് നമ്മൾ PCR ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ PCR-ൻ്റെ സ്റ്റെപ്സാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആ സ്റ്റെപ്പ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ PCR-ൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉപയോഗിക്കുക. നമ്മളിവിടെ മെഷീൻ നമ്മൾ പറഞ്ഞു. ആ മെഷീനിലേക്ക് ഞാൻ പറഞ്ഞ ഞങ്ങളോട് നമ്മൾ എന്തൊക്കെയാണ് ലോഡ് ചെയ്യേണ്ടത്? ഒരു വയൽ എടുക്കണം. ഒരു വയൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു ട്യൂബായിരിക്കും. ആ ട്യൂബിനകത്തേക്ക് നമ്മൾ കൊടുക്കേണ്ട DNA അതിനകത്തേക്ക് ആഡ് ചെയ്യണം. നമ്മൾ ഏത് DNA ആണോ നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ പോകുന്ന ആ DNA നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ടാക് പോളിമറൈസ് ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ആഡ് ചെയ്യണം. DNTPs നമ്മൾ ആഡ് ചെയ്യണം. DNTPs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡുകളാണ്. ന്യൂക്ലിയോടൈഡുകൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മിക്സ്ഡ് എന്താണ് നമ്മളതിനെ ബഫർ സൊല്യൂഷൻ PCR നമ്മൾ യൂസ് ചെയ്യുന്ന ബഫർ സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യണം. റിവേഴ്സ് ആൻഡ് ഫോർവേഡ് പ്രൈമറുകൾ നമ്മൾ നേരത്തെ വയലിനകത്തേക്ക് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ MgCl2 അടങ്ങുന്ന മാസ്റ്റർ മിക്സ് എന്നതിന് പറയാം. അതായത് ടാക് പോളിമറൈസിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഒരു കോമ്പണൻ്റ് ആണ് മാസ്റ്റർ മിക്സിനകത്തുള്ളത് MgCl2. അത് ടാക് പോളിമറൈസേഷൻ്റെ അല്ലെങ്കിൽ തെർമസ് അക്വാട്ടിക്കസ് ബാക്ടീരിയൽ ഐസൊലേറ്റ് ചെയ്ത DNA പോളിമറൈസ് എൻസൈം ഉണ്ടല്ലോ, ടാക് പോളിമറൈസ്, അതിൻ്റെ പ്രവർത്തനങ്ങളെ സജീവമാക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ആര്? മാസ്റ്റർ മിക്സിനകത്തുള്ള MgCl2. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത വയലുണ്ടാവും. അത് നേരെ നമ്മളെന്താണ് ഒരു പ്ലേറ്റ് ഉണ്ടാവും. ഒരു വെല്ലുകൾ അടങ്ങിയിട്ടുള്ള 96 വെല്ലുകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്ലേറ്റ് ഉണ്ടാവും. ആ പ്ലേറ്റിനകത്തുള്ള വെല്ലുകളിലേക്ക് നമ്മളെന്താണ് ആ വെല്ലുകൾ അടങ്ങിയിട്ടുള്ള പ്ലേറ്റുകളിലേക്ക് നമ്മൾ ഈ സാമ്പിൾ ലോഡ് ചെയ്യുന്നു. മെഷീനിലേക്ക് നമ്മൾ ലോഡ് ചെയ്യും. ആ സമയത്ത് നമുക്കെന്താണ് ഇങ്ങനെ മെഷീനകത്ത് ഇങ്ങനെ റിയാക്ഷൻ പോകുന്നത് കാണാം. എങ്ങനെ കാണാം? ആദ്യം നമ്മൾ കൊടുത്തത് ടെംപ്ലേറ്റ് DNA അല്ലെങ്കിൽ നമ്മൾ കൊടുത്തത് നമുക്ക് ഏത് DNA ആണോ ആംപ്ലിഫൈ ചെയ്യേണ്ടത് ആ DNA നമ്മൾ കൊടുത്തു. ഡിസൈറബിൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിസൈറബിൾ DNA നമ്മൾ കൊടുത്തു. എസോർണോ അതിലേക്ക് അതുപോലെ തന്നെ ഫോർവേഡ് പ്രൈമറും റിവേഴ്സ് പ്രൈമറും നമ്മൾ കൊടുത്തു. DNTPs ന്യൂക്ലിയോടൈഡുകൾ കൊടുത്തു. പോളിമറൈസ് എൻസൈം കൊടുത്തു. മാസ്റ്റർ മിക്സിനകത്ത് MgCl2 പോലുള്ള നമുക്ക് എന്താണ് ടാക് പോളിമറൈസിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമും കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡീനാച്ചുറേഷൻ. ഡബിൾ സ്ട്രാൻഡുള്ള DNA സിംഗിൾ സ്ട്രാൻഡ് DNA ആയി മാറി. എസോർണോ എന്നിട്ട് എന്താണ് 3' എൻഡിലേക്ക് നമ്മൾ പ്രൈമറിന് ആഡായി. 3' എൻഡിലേക്ക് നമ്മളെ പ്രൈമർ ആഡായി. എസോർണോ 3' എൻഡുകളിലേക്ക് നമ്മുടെ പ്രൈമർ ആഡ് ആവുന്നു. അങ്ങനെ ആംപ്ലിഫൈ ചെയ്യുന്നു.
അങ്ങനെ ഇതൊരു സൈക്കിളാണ്. അടുത്ത രണ്ടാമത്തെ സൈക്കിൾ ഇത് 2 കോപ്പിയായി മാറുന്നു. അപ്പോൾ എന്താണ് 2n എന്ന രൂപത്തിലാണ് ഇത് സൈക്കിൾ പോകുന്നതനുസരിച്ച് 2n എന്ന രൂപത്തിലാണ്. 2 4 ആകുന്നു, 4 8 ആകുന്നു, 8 16 ആകുന്നു, 16 32 ആകുന്നു, 32 64 ആകുന്നു, 128 ആകുന്നു. അങ്ങനെ ഡബിൾ 2n എന്നുള്ള കോപ്പീസ് ആയിട്ടാണ് മാറുന്നത്. 2n കോപ്പീസ് ആയിട്ടാണ് മാറുന്നത്. അങ്ങനെ ടോട്ടൽ 30 സൈക്കിൾസ്, NCERT പറഞ്ഞ 30 സൈക്കിൾസ് ആണ്. 30 സൈക്കിൾസ് 1 ബില്യൺ കോപ്പീസ് അല്ലെങ്കിൽ 1 ബില്യൺ ടൈംസ് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയാണ് PCR എന്നുള്ള നമ്മുടെ തിയറി പറയുന്നത്. ഓക്കെ, ഇനി ഇതായിരിക്കും നമ്മുടെ മോണിറ്ററിൽ കാണിക്കുന്ന 30 to 40 സൈക്കിളിൽ ടെമ്പറേച്ചർ. ഇതാ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, നമ്മൾ DNA സാമ്പിൾ ലോഡ് ചെയ്തു, DNA കൊടുത്തു. DNA അതുപോലെ തന്നെ ടാഗ് പോളിമറൈസ്, അതുപോലെ തന്നെ പ്രൈമർ അല്ലേ, പ്രൈമർ, അതുപോലെ തന്നെ മാസ്റ്റർ മിക്സിനകത്തുള്ള MgCl2 പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ടെമ്പറേച്ചർ കൂടി, ഒരു നിശ്ചിത സമയത്ത് ടെമ്പറേച്ചർ കൂടി. അവിടെയാണ് ഡീനാച്ചുറേഷൻ അല്ലേ, ഡീനാച്ചുറേഷൻ. എന്നിട്ട് വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞു വന്നു. എങ്ങനെ? അനീലിംഗ് സ്റ്റെപ്പിൽ എന്താ പറയുക, പ്രൈമറിനെ ആഡ് ചെയ്യാണ്, ഫോർവേഡ് പ്രൈമറിന് റിവേഴ്സ് പ്രൈമറിനെ ആഡ് ചെയ്യാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞു വന്നു. വീണ്ടും ടെമ്പറേച്ചർ കൂടുകയാണ് 72 ഡിഗ്രി സെൽഷ്യസിലേക്ക്. അവിടെ എക്സ്റ്റൻഷനാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. യെസ് ഓർ നോ? അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ പോകും തോറും ഡിനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ, വീണ്ടും ഡിനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഈ ചാർട്ട് ഈ ഒരു മോണിറ്ററിൽ നമുക്കിത് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് അതിൻ്റെ റീഡിങ് നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. എക്സ്റ്റൻഷൻ എന്നുള്ള സ്റ്റെപ്പാണ് ഏത് നമ്മുടെ ടാഗ് പോളിമറൈസിൻ്റെ സഹായത്തോടു കൂടി നടക്കേണ്ട കാര്യം. ഇൻ എ സെൽ, ഒരു സെല്ലിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. ഇൻ എ സെൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, തിയറി പറഞ്ഞിരുന്നു. ഇൻ എ സെൽ സെപ്പറേഷൻ ഓഫ് DNA, ഇവിടെ നോക്കൂ, സെപ്പറേഷൻ ഓഫ് DNA നടത്തുന്നത്, ഹൈഡ്രജൻ ബോണ്ടിനെ കട്ട് ചെയ്ത് സെപ്പറേഷൻ ഓഫ് DNA നടത്തുന്ന ആരാണ്? ഹെലിക്കേസ് എൻസൈമാണ്. സെല്ലിൽ ഹെലിക്കേസ് എൻസൈമാണ്. അത് നിങ്ങൾ സുവോളജി പഠിക്കുന്നുണ്ട്. ഇൻ എ സെൽ, ഒരു സെല്ലിൻ്റെ കേസിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഹൈഡ്രജൻ ബോണ്ട് കട്ട് ചെയ്തിട്ട് അതിനെ അൺബൗണ്ട് ചെയ്യുന്നത് ഹെലിക്കേസ് എൻസൈമാണ്. DNA ഹെലിക്കേസ് ആണ്, അത് ശരിയാണ്. പക്ഷേ PCR-ലോ സെപ്പറേഷൻ ഓഫ് DNA സ്ട്രാൻഡ് ഈസ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ. ദാറ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ഡീനാച്ചുറേഷൻ. ആണോ അല്ലേ? അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ റൈറ്റ്. നെക്സ്റ്റ്, പ്രൈമർ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒലിഗോ ന്യൂക്ലിയോടൈഡ് ദാറ്റ് ആർ നോട്ട്, തെറ്റ്, ലാർജ് തെറ്റ്. സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒലിഗോ ന്യൂക്ലിയോടൈഡ് ദാറ്റ് ആർ കോംപ്ലിമെൻ്ററി ടു ദ റീജിയൻ ഓഫ് DNA. മാത്രമല്ല അത് ഏത് എൻഡിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? 3' എൻഡിലേക്കാണ് ആഡ് ചെയ്യുന്നത്. യെസ് ഓർ നോ? നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Tag polymerase remain active during high temperature induced denaturation of double stranded DNA. ശരിയാണ്. ഡബിൾ സ്റ്റാൻഡേർഡ് DNA സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആക്കാൻ വേണ്ടിയിട്ട് ഡീനാച്ചുർ ചെയ്യുന്ന സ്റ്റെപ്പിലും ഹൈ ടെമ്പറേച്ചറിലും ടാഗ് പോളിമറൈസ് ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട്. ശരിയാണ്. കാരണം തെർമസ് അക്വാട്ടിക്കസ് ബാക്ടീരിയ തെർമോഫിലിക് ആണ്, തെർമോസ്റ്റേബിൾ ആണ്. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. അത്രയും വലിയ ഹൈ ടെമ്പറേച്ചറിലും തെർമസ് അക്വാട്ടിക്കസ് ബാക്ടീരിയക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. ദ ആംപ്ലിഫൈഡ് ഫ്രാഗ്മെന്റ് ഇഫ് ഡിസയർഡ് ക്യാൻ നൗ ബി യൂസ്ഡ് ടു ലിഗേറ്റ് വിത്ത് വെക്ടർ ഫോർ ഫർദർ ക്ലോണിങ്. ഇപ്പം നമ്മളെ കയ്യിൽ എന്തായി പറയാം, നമ്മുടെ ഡിസയർഡ് DNA PCR വെച്ചിട്ട് നമ്മൾ ആംപ്ലിഫൈ ചെയ്തു അല്ലേ. ആ ആംപ്ലിഫൈഡ് DNA നമ്മൾ എന്താണ്, നമ്മൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ ആംപ്ലിഫൈഡ് ഫ്രാഗ്മെന്റ് ഈസ് ഡിസൈർഡ് ക്യാൻ നൗ ബി യൂസ്ഡ് ടു ലിഗേറ്റ് വിത്ത് വെക്ടർ. നമ്മുടെ വെക്ടറിലേക്ക് എന്താണ് പറയുക, ലിഗേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പറ്റും അല്ലേ, ബൈ യൂസിങ് DNA ലിഗേസ് എൻസൈം. DNA ലിഗേസ് എൻസൈം ഉപയോഗിച്ച് നമുക്ക് ലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നു. ശരിയാണ്. 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. During the process of gene amplification using PCR, if very high temperature is not maintained in beginning, തുടക്കം മുതലേ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ which of the following step PCR will be affected? ഏത് സ്റ്റെപ്പായിരിക്കും? ഡീനാച്ചുറേഷൻ സ്റ്റെപ്പായിരിക്കും എഫക്റ്റ് ചെയ്യുക. കാരണം ഡീനാച്ചുറേഷൻ സ്റ്റെപ്പിനാണ് 92 to 98 ഡിഗ്രി സെൽഷ്യസ് ഹൈ ടെമ്പറേച്ചർ വേണ്ടത്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ എഫക്റ്റ് ചെയ്യുന്ന ബാധിക്കുന്ന സ്റ്റെപ്പ് ഏതാ? ഡീനാച്ചുറേഷൻ ആണ്. അറിയാലോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ടാഗ് പോളിമറൈസ് എൻസൈം ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, തെർമസ് അക്വാട്ടിക്കസ് ബാക്ടീരിയ. 2016 ചോദ്യമാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്പ് ഇൻ എ PCR? ഒരുപാട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ ആ തിയറി കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. ആണോ അല്ലയോ? അപ്പോൾ എന്താ സ്റ്റെപ്പ്? ഡീനാച്ചുറേഷൻ, അന്നീലിംഗ്, എക്സ്റ്റൻഷൻ. ഡീനാച്ചുറേഷൻ, അന്നീലിംഗ്, എക്സ്റ്റൻഷൻ ആണ് നമ്മുടെ സ്റ്റെപ്സ്. ഓക്കെ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആംപ്ലിഫിക്കേഷൻ ഓഫ് PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ നോട്ട് ആൻ അപ്ലിക്കേഷൻ അല്ലാത്ത സ്റ്റെപ്പ് ഏതാണ്? ജീൻ ആംപ്ലിഫിക്കേഷൻ, ബേസിക് ആണ് അല്ലേ? ജീൻ ആംപ്ലിഫിക്കേഷൻ, DNA ആംപ്ലിഫിക്കേഷൻ, ഡിസയർഡ് ജീനിനെ ആംപ്ലിഫൈ ചെയ്യാനാണ് PCR. പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ അല്ല. പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വേരിയസ് അതർ മെത്തേഡ്സ്, സോൾട്ടിങ് ഔട്ട്, അങ്ങനെ വ്യത്യസ്ത മെത്തേഡുകളുണ്ട്. ഡിറ്റക്ഷൻ ഓഫ് ജീൻ മ്യൂട്ടേഷൻ കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ മോളിക്കുലർ ഡയഗ്നോസ്, ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസ്. സോ ദ നോട്ട് അപ്ലിക്കേഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇതോടുകൂടി എന്ത് കഴിഞ്ഞു? നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഇവിടെ അവസാനിച്ചു. നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നല്ല രസകരമായിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ നല്ല രസകരമായിട്ടുള്ള തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് കൺസെപ്റ്റ് വെരി വെൽ. ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ടഫറായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ കൺസെപ്റ്റിൽ നിന്ന് വരാവുന്ന മറ്റ് ചോദ്യങ്ങൾ നിങ്ങളുടെ ഗൈഡ് ബുക്കുകളിൽ നിന്നോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ നിന്നോ കണ്ടെത്തി സോൾവ് ചെയ്ത് നോക്കലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓർക്കുക, ഈ 2-3 ചോദ്യം കാണാതെ പഠിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് നീറ്റിന് ഉപകാരം കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഈ മോഡലിലുള്ള പരമാവധി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഈ ഒരു 1 ഷോട്ട് കൺസെപ്ച്വൽ സീരീസ് എന്നുള്ള ഈ ഒരു സീരീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇതിനെ എൻഗേജ് ചെയ്യുന്നു, എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നു, എത്ര അധികം ആളുകൾ ഇത് വ്യൂ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെങ്കിൽ അത് കൃത്യമായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഫ്യൂച്ചറിൽ വേണ്ട കൺസെപ്റ്റുകളും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. പരമാവധി ആളുകൾ വരുന്നതോടുകൂടി കൂടുതൽ കൺസെപ്റ്റുവൽ വീഡിയോസ് നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റും. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വിൽ സീ യു വിത്ത് അനദർ വീഡിയോ.